നമ്മൾ ജീവിക്കുന്ന ഭൂമി, സൂര്യ, ചന്ദ്ര, നക്ഷത്രങ്ങൾ ഇവയെല്ലാം ദൃശ്യപ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ ലോകം ഇതിൽ മാത്രം ഒതുങ്ങുന്നില്ല. വ്യത്യസ്ത മാനങ്ങളുള്ള 3 ലോകങ്ങളുണ്ട്. സാകാര ലോകം, സൂക്ഷ്മലോകം, നിരാകാര ലോകം. നമ്മൾ നിവസിക്കുന്ന ഭൂമി, ആത്മാവ് അതിൻ്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനായി എത്തുന്ന ജീവിതവേദിയാണ്. ഈ കർമ്മഭൂമിയിൽ ദേഹം സ്വീകരിച്ച് അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ അനുസരിച്ച് സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു. സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾക്കുമുപരി ശ്വേത ദിവ്യ പ്രകാശ നിർമ്മിതമായ ഒരു ലോകമുണ്ട്. അതിനെ സൂക്ഷ്മലോകം എന്ന് പറയുന്നു. രാജയോഗ ധ്യാനത്തിൽ വിശേഷ പ്രസക്തിയുള്ളതാണ് സൂക്ഷ്മലോകം. സൂക്ഷ്മലോകത്തിനും ഉപരിയായ ലോകമാണ് നിരാകാര ലോകം. അനന്തമായ ശാന്തി നിറഞ്ഞതും സർവത്ര സ്വർണ്ണ ചുവപ്പ് പ്രകാശം നിറഞ്ഞതുമായ ഈ ലോകം ആത്മാക്കളുടെ ലോകമാണ്. കാലം അപ്രസക്തമായിരിക്കുന്ന ഈ സമ്പൂർണ്ണ നിശബ്ദത നിറഞ്ഞ ലോകം സർവശക്തനും പരമജ്യോതിയുമായ സർവ ആത്മാക്കളുടെയും പരമപിതാവായ പരമാത്മാവിൻ്റെ ദിവ്യ നിവാസ സ്ഥാനമാണ്. ഈ നിരാകാരി ലോകത്തിൽ നിന്നുമാണ് ആത്മാവ് ഈ ഭൂമിയിൽ വന്നത്. ആ പരമമായ ധാമത്തിലേക്ക് തന്നെയാണ് കലിയുഗത്തിൻ്റെ അന്തിമത്തിൽ ആത്മാവിന് തിരികെ മടങ്ങേണ്ടത്.